ഗുഡ് മോർണിംഗ് എവറിബഡി. ഈ വീഡിയോ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ഞാൻ കവർ ചെയ്ത് പോയിരിക്കുന്നത് ബേസിക്കലി ഉള്ള ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രിൻസിപ്പിൾസ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിസ്പേഷനെ റിലേറ്റ് ചെയ്തും സിമിലർലി അറ്റുനേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ സെഷനകത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ ഫൈബർ refractive index of the core equal to 1.55 and refractive index of the cladding N2 equal to 1.50. Find first one numerical aperture, second one acceptance angle. So numerical aperture ന്റെ എക്സ്പ്രഷൻ ഇതാണ്. റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യും. റൂട്ട് ഓഫ് 1.55 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ, അത് ചെയ്യുമ്പം ഒപ്റ്റെയിൻ ചെയ്യുന്നത് 0.3905. സോ ഇതിൽ ഫസ്റ്റ് പാർട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, ന്യൂമറിക്കൽ അപ്പർച്ചർ. സിമിലർലി നെക്സ്റ്റ് വൺ അക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. അക്സെപ്റ്റൻസ് ആംഗിൾ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇതാണ്. സൈൻ തീറ്റ എ. തീറ്റ എ ആണ് അക്സെപ്റ്റൻസ് ആംഗിൾ. സൈൻ തീറ്റ എ ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്കറിയാം ഒരു ഫൈബറിന്റെ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റിനെയാണ് ബേസിക്കലി ന്യൂമറിക്കൽ അപ്പർച്ചർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം ലൈറ്റ് അതിന് ഗ്യാദർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. സിമിലർലി നെക്സ്റ്റ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് ആ ഫൈബറിലേക്ക് ലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയം, ഞാൻ ഇതേ കണക്ക് ഒരു ഫൈബർ എടുത്തു, ഈ ഫൈബറിലേക്ക് ലൈറ്റ് ഞാൻ ഒരു സോഴ്സ് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യാണ്. സോഴ്സ് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ സോഴ്സ് ഇതേ കണക്കാണ് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന, ആൾമോസ്റ്റ് ഡൈവേർജ് ചെയ്ത് പോകും. സോ ഒരു പർട്ടിക്കുലർ ആംഗിളിനകത്ത് വരുന്ന ലൈറ്റ്സ് മാത്രമേ കംപ്ലീറ്റ്ലി ഇതിനകത്തോട്ട് എൻ്റർ ചെയ്ത് പോകത്തുള്ളൂ. ഇതിനെ കറസ്പോണ്ട് ചെയ്ത് വരുന്ന ആംഗിളാണ് അക്സെപ്റ്റൻസ് ആംഗിളും. സിമിലർലി ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കോണാണ് അക്സെപ്റ്റൻസ് കോൺ എന്നുള്ളത് നമുക്കറിയാം. അക്സെപ്റ്റൻസ് ആംഗിളും അക്സെപ്റ്റൻസ് കോൺ. അപ്പം ഇത് ഒരു ന്യൂമറിക്കൽ അപ്പർച്ചറുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഇത് അക്സെപ്റ്റൻസ്. സോ ഇതിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് 0.3905. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.3905 that turns out to be 22.98 ഡിഗ്രി. 22.98 ഡിഗ്രി. അതായത് 22.98 ഡിഗ്രിക്ക് അകത്ത് വരുന്ന ലൈറ്റ് മാത്രമേ ഈ ഫൈബറിനകത്തോട്ട് കയറത്തുള്ളൂ. ഇതിനും മേലോട്ടുള്ള ആംഗിൾസിൽ വരുന്ന ലൈറ്റ് ഒന്നും തന്നെ ഇതിനകത്തോട്ട് കയറത്തില്ല. അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിൾ സൈൻ ഇൻവേഴ്സ് മാക്സിമം നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ 1 വരെ വരാം. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 90 ഡിഗ്രി. ആ ടൈമിൽ മാക്സിമം ആയിട്ടുള്ള ലൈറ്റ് എൻട്രി, അത് വെറും തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും കൂടെയാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഓഫ് എ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അറ്റ് 850 നാനോമീറ്റർ is 3.6 and at 1300 നാനോമീറ്റർ is 3.4. Find the velocity and wavelength of that substance at first one 850 നാനോമീറ്റർ and second one 1300 നാനോമീറ്റർ. സോ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 850 നാനോമീറ്ററിൽ 3.6 ആയിട്ടും 1300 നാനോമീറ്ററിൽ 3.4 ആയിട്ടും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ 850 നാനോമീറ്ററിലെയും 1300 നാനോമീറ്ററിലെയും വെലോസിറ്റിയും വേവ് ലെങ്തുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് വെലോസിറ്റിയും വേവ് ലെങ്തുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒരു ലൈറ്റിന്, ഒരു മെറ്റീരിയൽ ഒരു പർട്ടിക്കുലർ ലൈറ്റിന് ഓഫർ ചെയ്യുന്ന ഹിൻഡ്രൻസ് ആണ്, അല്ലെങ്കിൽ ലൈറ്റിനോടുള്ള ഹിൻഡ്രൻസ് ആണ്. നമ്മുടെ കറന്റിനോടുള്ള ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഹർഡിനോടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റിനോടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസിനെയാണ് ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് റിലേറ്റ് ചെയ്ത് പോകുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് വാക്യൂം, ദാറ്റ് ഈസ് സി, റൈറ്റ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് വാക്യൂം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി സി എടുത്തു. സി ഡിവൈഡഡ് ബൈ വെലോസിറ്റി അറ്റ് ദാറ്റ് സബ്സ്റ്റൻസ്, റൈറ്റ്? വെലോസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസിലാണ് ആ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന വെലോസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ വെലോസിറ്റി ഇക്വൽ ടു സി ബൈ എൻ. സി നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എൻ ഇവിടെ 850 നാനോമീറ്ററിന് കറസ്പോണ്ടിംഗ്ലി 3.6 ഉണ്ട്. സിമിലർലി 1300 നാനോമീറ്ററും ഇതേ കണക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 3.4, റൈറ്റ്? 3.4. അപ്പൊ ഇതിൽ ഫസ്റ്റ് പാർട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 8.33
into 10 power 7 meter per second. Similarly, ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 8.82 into 10 power 7 meter per second ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് വേവ് ലെന്ത് ആണ്. സോ വേവ് ലെന്തും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് സിമിലർ വേയിലാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ലാംഡ വാക്യൂം ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ വേവ് ലെന്ത്. അപ്പൊ ഇതില് കറസ്പോണ്ടിംഗ്ലി ലാംഡ ഈക്വൽ ടു അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ലാംഡ വാക്യൂം ഡിവൈഡഡ് ബൈ എൻ, റൈറ്റ്. അപ്പം ഇതില് 850 നാനോമീറ്റർ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അറ്റ് 850 നാനോമീറ്റർ ആണ്. അപ്പൊ ലാംഡ വാക്യൂം എന്ന് പറയുന്നത് 850 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എന്ന് പറയുന്നത് ഫസ്റ്റിന് കറസ്പോണ്ടിംഗ്ലി 3.6 ആണ്. സിമിലർലി ഇവിടെ ലാംഡ ഈക്വൽ ടു 1300 ഡിവൈഡഡ് ബൈ 3.4, റൈറ്റ്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 850 ബൈ 3.6 എന്ന് പറയുന്നത് 236 നാനോമീറ്റർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്നത് 382 നാനോമീറ്റർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് എ പർട്ടിക്കുലർ ഫൈബർ ഈസ് 0.22. ഡെൽറ്റ എന്ന് പറയുന്നത് റിലേറ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഈക്വൽ ടു 0.012. ഫൈൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ തന്നിരിക്കുന്ന പാരാമീറ്ററിൽ നിന്ന് ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ ജനറൽ എക്സ്പ്രഷൻ എഴുതാം. ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു √(n1² - n2² ആണ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ റിലേറ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. അത് റിലേറ്റ് ചെയ്ത് പോകുന്നത് n1 into √2 ഡെൽറ്റ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഡയറക്ട്ലി n1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, റൈറ്റ്. സോ n1 ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ ഡിവൈഡഡ് ബൈ √2 ഡെൽറ്റ. ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്ക് 0.22 ഉണ്ട്, √2 into ഡെൽറ്റ ഇവിടെ 0.012, റൈറ്റ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.4200 എന്ന് പറയും. n1 1.4200 എന്ന് പറയും. സോ n1 1.4200 വന്നു. അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് n2 ഡയറക്റ്റ്ലി തന്നെ എഴുതാൻ പറ്റും. n2² ഇതിൽ നിന്ന് ഞാൻ എഴുതുകയാണ്. n2² ഈക്വൽ ടു na², റൈറ്റ്. n1² - na², റൈറ്റ്. n1² - na². അപ്പൊ ഇതിൽ നിന്ന് n2 ഈക്വൽ ടു √(n1² - ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ). n1 നമുക്ക് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, 1.42 ആണ്. സോ 1.42² - ന്യൂമറിക്കൽ അപ്പർച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.22². സോ ഇതിൽ നിന്ന് n2 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.40286 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. 1.40286 ആയിട്ട്. സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈക്വൽ ടു 1.466, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈക്വൽ ടു 1.46, കട്ട് ഓഫ് പാരാമീറ്റർ ഈക്വൽ ടു 2.4. ഫൈൻഡ് ഫസ്റ്റ് വൺ കോർ റേഡിയസ് ആൻഡ് സെക്കൻഡ് വൺ നമ്പർ ഓഫ് മോഡ്സ് സപ്പോർട്ട്. സോ കട്ട് ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി മോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത് വി നമ്പർ ആണെന്നറിയാം. വി നമ്പർ ആയിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നറിയാം. അത് കറസ്പോണ്ടിംഗ്ലി നമ്പർ ഓഫ് മോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതാണ്. കട്ട് ഓഫ് പാരാമീറ്റർ തന്നെയാണ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്നും നമുക്കറിയാം. സോ ആ കട്ട് ഓഫ് പാരാമീറ്റർ നോർമലൈസ്ഡ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഇവിടെ കറസ്പോണ്ടിംഗ്ലി വരുന്നത് 2πa/λ ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. 2πa/λ ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. അതല്ലെങ്കിൽ നമുക്ക് 2πa/λ ഇൻറ്റു നേരത്തെ നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചറിന് യൂസ് ചെയ്ത എക്സ്പ്രഷൻ n1 into √2 ഡെൽറ്റ, ഈ രീതിയിൽ റിലേറ്റ് ചെയ്യാം. ന്യൂമറിക്കൽ അപ്പർച്ചറിന് നേരത്തെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത എക്സ്പ്രഷനും യൂസ് ചെയ്യാം. അതിവിടെ തന്നിരിക്കുന്നത് 2.4 ആയിട്ടാണ് തന്നിരിക്കുന്നത്, 2.4. സോ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഡ വേവ് ലെന്ത് ഈക്വൽ ടു 800 നാനോമീറ്റർ എന്നും കൂടെ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. സോ ഇനി ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂമറിക്കൽ അപ്പർച്ചർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു √(n1² - n2² ആണ്. n1 ഇവിടെ തന്നിരിക്കുന്ന 1.466² - 1.462. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.13249 ആയിട്ടാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇപ്പൊ നോൺ ആയി കഴിഞ്ഞു.
ടു പൈ ബൈ ലാംഡ അറിയാം. അപ്പൊ വി നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എ ഈക്വൽ ടു ഇതിൽ നിന്ന് വി നമ്പർ വി ഇൻറ്റു ലാംഡ ബൈ ടു പൈ ന്യൂമറിക്കൽ അപ്പേർച്ചർ. അപ്പൊ ഇതിൽ വി ഇപ്പൊ തന്നിരിക്കുന്നത് കട്ട് ഓഫ് പാരാമീറ്റർ 2.4 ആണ്, ഇൻറ്റു വേവ് ലെങ്ത് 800 നാനോമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ ഇക്വൽ ടു 0.13249 ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 2.3062 മൈക്രോമീറ്റർ ആയിട്ട് വന്നു. എ ഈക്വൽ ടു 2.3062 മൈക്രോമീറ്റർ ആയിട്ട് വന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്പർ ഓഫ് മോഡ് സപ്പോർട്ടഡ് ആണ്. നമ്പർ ഓഫ് മോഡ് സപ്പോർട്ടഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈക്വൽ ടു വി സ്ക്വയർ. നേരത്തെ തന്നിരിക്കുന്ന വി സ്ക്വയർ ബൈ 2 ആണ്. വി തന്നിരിക്കുന്നത് 2.4 ആണ്. അപ്പൊ 2.4 സ്ക്വയർ ബൈ 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2.88, ഓൾമോസ്റ്റ് 3 മോഡ്സിന്റെ അടുത്താണ് ഇത് സപ്പോർട്ട് ചെയ്ത് വരുന്നത്. 3 മോഡ്സിന്റെ അടുത്താണ് ഈ എലമെന്റ്, ഈ ഫൈബർ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, N1 refractive index of the core equal to 1.47, refractive index of the cladding equal to 1.45, wavelength of operation equal to 850 nanometer and core diameter equal to 50 micrometer. Evaluate first one V number, second one number of modes supported. Last question ആയിട്ട് സിമിലർ ആണ്. നോർമലൈസ്ഡ് ഫ്രീക്വൻസി നമ്പർ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. V number equal to 2π a by lambda, ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ന്യൂമറിക്കൽ അപ്പർച്ചറിന് വേണ്ടി N1 സ്ക്വയറും N2 സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ, N1 ഈക്വൽ ടു 1.47 സ്ക്വയർ മൈനസ് 1.45 സ്ക്വയർ. സോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് 0.2416 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇപ്പൊ നോൺ എലമെന്റ് ആയി കഴിഞ്ഞു. എ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, എ ഈക്വൽ ടു കോർ റേഡിയസ് ആണ്. സോ 25 മൈക്രോമീറ്റർ, 25 ഇൻറ്റു 10⁻⁻6 ആണ്. സോ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സും ഇപ്പൊ അറിയാവുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. 2π ഇൻറ്റു 25, ഞാൻ മൈക്രോ ആയിട്ട് തന്നെ ഇടുകയാണ്. 25 മൈക്രോ ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ 0.4166 ബൈ ലാംഡ. ലാംഡ 850 നാനോമീറ്റർ ആണ്. 850 നാനോമീറ്റർ ആണ്. അത് ഞാൻ മൈക്രോയിലേക്ക് മാറ്റാം. 0.850 മൈക്രോ. സോ ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആൻസർ വരുന്നത് 44.658 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അതായത് വി നമ്പർ 44.658 ആയിട്ട് വന്നു. സോ വി നമ്പർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വേറെ ഒന്നുമല്ല, വി സ്ക്വയർ ബൈ 2 ആണ്. സോ ഇപ്പൊ 44.658 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് റഫ്ലി 997 മോഡ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്, വി നമ്പറിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആയിരുന്നു ലാസ്റ്റ് തന്നിരുന്ന 2.4. അപ്പം അതിലും ഹയർ ആവുന്നോറും വിയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നിടത്ത് നമ്മുടെ മോഡ്സും ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ 45ന്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 1000 മോഡ്സിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ N1 ഈക്വൽ ടു 1.465, refractive index of the cladding equal to 1.46, wavelength of operation equal to 1250 nanometer for a graded index fiber with a parabolic refractive index profile for single mode propagation. Find first one the fractional refractive index, second one the largest core size, and last one effective refractive index for the lowest mode. So fractional refractive index എന്ന് പറയുന്നത് തന്നെയാണ് relative refractive index ഡെൽറ്റ ഈക്വൽ ടു N1 മൈനസ് N2 ബൈ N1 ആണ്. N1 മൈനസ് N2 ബൈ N1 ആണ്. സോ ഇവിടെ N1 N2 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 1.465 മൈനസ് 1.46 ബൈ 1.465 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 3.413 ഇൻറ്റു 10⁻³ ആയിട്ട് വന്നു. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട്. സോ ലാർജസ്റ്റ് കോർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ സിംഗിൾ മോഡ് പ്രൊപ്പഗേഷൻ ആണ്. സിംഗിൾ മോഡിൽ വിയുടെ നമ്പർ 2.405 ലോവർ ആകണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നാണ് ആക്ച്വലി ഈ പറയുന്ന കോർ സൈസിലേക്ക് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി വി നമ്പറിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാം. വി ഈക്വൽ ടു 2π a by lambda ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. റൈറ്റ്.
അത് മസ്റ്റ് ബി ലെസർ ദാൻ 2.405 ആയിരിക്കും. ഇതിൽ നിന്ന് എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ കിട്ടുന്നത് കോർ റേഡിയസ് ആണ്. സോ അപ്പൊ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എയുടെ ഫോമിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് എ മസ്റ്റ് ബി ലെസർ ദാൻ 2.405 ലാംഡ, റൈറ്റ്, ലാംഡ ഡിവൈഡഡ് ബൈ 2π ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ വേറെ ഒന്നുമില്ല, റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയറുമാണ്. റൈറ്റ്. സോ ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.405 ലാംഡ ഈസ് 1250 നാനോമീറ്റർ, 1250 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 0.12093 ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ മസ്റ്റ് ബി ലെസർ ദാൻ ഈക്വൽ ടു 3.9563 മൈക്രോമീറ്റർ. 3.9563 മൈക്രോമീറ്റർ. സോ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദ ലോവസ്റ്റ് മോഡ് നമുക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ഈ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എഫക്റ്റീവ് ഈക്വൽ ടു n1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2πa ബൈ ലാംഡ. 2πa ബൈ ലാംഡ. സോ ഇവിടെ n1 അറിയാം, ഡെൽറ്റ ആദ്യത്തെ പാർട്ട് ഇവാലുവേറ്റ് ചെയ്തു, എ രണ്ടാമത്തെ പാർട്ട് ഇവാലുവേറ്റ് ചെയ്തു, ലാംഡയും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.462 ആയിട്ട് എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒബ്റ്റെയിൻ. സോ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യനിലേക്ക് വരാം. ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈക്വൽ ടു 1.466, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈക്വൽ ടു 1.46 ആൻഡ് n നോട്ട് ഈക്വൽ ടു 1. n നോട്ട് വേറെ ഒന്നുമല്ല, എയറിൽ നിന്നാണ് ഈ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തിയറിയിൽ തന്നെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആ ഫൈബറിന് പുറത്തുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് 1 ആയിട്ടും തന്നിട്ടുണ്ട്. അത് 0 എന്ന് പറയുന്നത് ഫൈബറിന് പുറത്തായി, ഈ 1 ആകുമ്പോൾ കോറായി, 2 ആയപ്പോൾ ക്ലാഡിംഗ് ആയി. ഫൈൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ അറ്റ് കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് ആൻഡ് സിമിലർലി അറ്റ് ക്ലാഡിംഗ് എയർ ബൗണ്ടറി. ക്രിട്ടിക്കൽ ആംഗിളിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ക്രിട്ടിക്കൽ ആംഗിളിന്റെ കാലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. സോ ക്രിട്ടിക്കൽ ആംഗിളിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് n1 ബൈ n2 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് n1 ബൈ n2. ഇവിടെ n1 ഉം n2 ഉം തന്നിട്ടുണ്ട് ഫസ്റ്റ് കേസിന്റെ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് n1 ഈക്വൽ ടു 1.466 by n2 is 1.46. റൈറ്റ്. ഇത് ഏത് മീഡിയത്തിൽ നിന്നാണോ ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെതാണ് n1. ഇനി ഏത് മീഡിയത്തിലാണോ റിഫ്ലക്ട് ചെയ്യുന്നത് അതാണ് ഡിനോമിനേറ്ററിലായിട്ട് വരുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 84.83 ഡിഗ്രി ആയിട്ട് വരും. 84.83 ഡിഗ്രി ആയിട്ട് വരും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെക്ക് ചെയ്യാം. ക്ലാഡിംഗ് എയർ ബൗണ്ടറി. അപ്പൊ ക്ലാഡിംഗ് എയർ ബൗണ്ടറിയിൽ എഗെയിൻ ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ n1 എന്ന് പറയുന്നത് 1 ആണ്. റൈറ്റ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എയറിലാണ്. ഇനി അത് മീറ്റ് ചെയ്യുന്നത് ക്ലാഡിംഗ് എയർ ബൗണ്ടറി ആണ്. അപ്പൊ ക്ലാഡിംഗ് മീറ്റ് ചെയ്യുമ്പം കറസ്പോണ്ടിംഗ്ലി ക്ലാഡിംഗിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.46 ആയിട്ട് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 43 ഡിഗ്രി ആയിട്ട് വന്നു. 84.83 ഡിഗ്രി ആയിട്ട്. 8th ക്വസ്റ്റ്യനിൽ എ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഹാസ് കോർ ഡയമീറ്റർ ഈക്വൽ ടു 50 മൈക്രോമീറ്റർ, ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു 0.21, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഈക്വൽ ടു 1.85 ആൻഡ് വേവ് ലെങ്ത് ഓഫ് ഓപ്പറേഷൻ ഈക്വൽ ടു 1.3 മൈക്രോമീറ്റർ. ഫൈൻ ദ നമ്പർ ഓഫ് മോഡ്സ് സപ്പോർട്ടഡ്. സോ ഇതൊരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെന്ന് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ പാരാമീറ്റർ 1.85 ആയിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോഡ്സ് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്പർ ഓഫ് മോഡ്സ് സപ്പോർട്ടഡ് വേറൊന്നുമല്ല, v²/2 എന്നാണ് വരുന്നത്. നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ഈക്വൽ ടു v²/2 ആണ്. ബട്ട് ഇവിടെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ഒരു പാരാമീറ്റർ കൂടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഗിവൺ ബൈ 2 ഡിവൈഡഡ് ബൈ 1 + 2/p. റൈറ്റ്. അപ്പം നേരത്തെ കിട്ടിയ നമ്പർ ഓഫ് മോഡ്സിന്റെ എക്സ്പ്രഷന്റെ കൂടെ അഡീഷണലി ഒരു പാരാമീറ്ററും കൂടെ യൂസ് ചെയ്യേണ്ടി വന്നു. 2 ഡിവൈഡഡ് ബൈ 1 + 2/p. ഈ p ആണ് ഈ തന്നിരിക്കുന്ന ഇൻഡെക്സ് പ്രൊഫൈലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്.
സോ ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവാം. നമ്പർ ഓഫ് മോഡ്സ് വി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വി ഈക്വൽ ടു 2π a by lambda ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കണം. നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കുക, അതിന്റെ സ്ക്വയർ എടുത്ത് ബൈ 2 ചെയ്യണം. റൈറ്റ്. ഇനി ബാലൻസ് ഉള്ളതെന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ബൈ. സോ ഈ 2 ക്യാൻസൽ ആയി. അതിനോടൊപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ തന്നിട്ടുണ്ട് 0.21. 2π a ഈക്വൽ ടു 25 മൈക്രോമീറ്റർ, 25 into 10 power minus 6. Numerical aperture equal to 0.21 divided by wavelength equal to 1.3 micrometer. So 1.3 into 10 power minus 6 whole square. But 10 raised to minus 6 10 raised to minus 6 cancel into 1 by 1 plus 2 by p. P equal to 1.85. So ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് 309.387 ആയിട്ട് ഒപ്റ്റെയിൻ. 309.387 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ. സോ ഇത്രയും മോഡ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. റൗണ്ട് ചെയ്യുമ്പോൾ 310 മോഡ്സിനോളം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9th ക്വസ്റ്റ്യനിൽ അറ്റന്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫൈബർ ലെന്ത് ഈക്വൽ ടു 150 മീറ്റർ, ഇൻപുട്ട് ഒപ്റ്റിക്കൽ പവർ ഈക്വൽ ടു 10 മൈക്രോവാട്ട് and output optical power അല്ലെങ്കിൽ obtained output power is 8 microwatt. Find loss in dB per kilometer. So loss in dB per kilometer തന്നെയാണ് അറ്റന്യൂഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അറ്റന്യൂഷൻ, റൈറ്റ്. അറ്റന്യൂഷൻ അത് ഒരു നെഗറ്റീവ് ഫാക്ടർ ആണ്. സോ അറ്റന്യൂഷന്റെ ജനറൽ എക്സ്പ്രഷൻ ഈക്വൽ ടു 10 log ഔട്ട്പുട്ട് പവർ, അതായത് ഫൈബറിൽ നിന്ന് ഔട്ട് ചെയ്ത് കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ ഫൈബറിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന പവർ. ഇത് പെർ ലെന്ത്. ഈ ലെന്ത് യൂണിറ്റ് വരുന്നത് dB per കിലോമീറ്റർ ആണ്. ഈ ഫാക്ടർ dBയും ലെന്ത് കിലോമീറ്ററിലുമാണ്. അപ്പൊ അറ്റന്യൂഷന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, dB per കിലോമീറ്ററിലായിരിക്കണം നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യേണ്ടത്. dB per കിലോമീറ്ററിലേക്ക് തന്നെ മാറ്റിയെടുക്കുന്നതാണ്. സോ ഇതിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 10 log ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു 8 മൈക്രോവാട്ട്. 8 എന്ന് ഞാൻ ഇടുകയാണ്. ഡിനോമിനേറ്ററിൽ ഇൻപുട്ട് പവർ 10 ആണ്. സോ 8 by 10 ഡിവൈഡഡ് ബൈ എൽ. എൽ എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. അത് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 0.15. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി ആൻസർ നമുക്ക് വരുന്നത് 6.460 dB per കിലോമീറ്റർ. അഗെയിൻ അറ്റന്യൂഷൻ ഒരു നെഗറ്റീവ് ടേം ആണ്. സോ അതുകൊണ്ട് മൈനസ് സൈൻ യൂസ് ചെയ്യണം. ഈ മൈനസ് സൈൻ മറന്നു പോകരുത്. അറ്റന്യൂഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് -6.460 dB per കിലോമീറ്റർ ആയിട്ട് ആൻസർ ഒപ്റ്റെയിൻ. 10th question, 100 kilometer fiber has 3 dB per kilometer loss. If the input power is 500 microwatt, what will be the output power? So, ഒരു 100 kilometer ഫൈബറിനെ എടുത്തു. ആ ഫൈബറിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന പവർ 500 മൈക്രോവാട്ട് എന്ന് ഈ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ ലോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ വന്നു, അല്ലെങ്കിൽ അറ്റന്യൂഷൻ എന്ന് മാർക്ക് ചെയ്താലും മതി. സോ അറ്റന്യൂഷൻ ഈക്വൽ ടു -3 dB per കിലോമീറ്റർ എന്നുണ്ട്. സിമിലർലി ആ ഫൈബറിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെന്ത് വരുന്നത് 100 കിലോമീറ്റർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഔട്ട്പുട്ട് പവർ എത്രയാണ്. സോ ഇത് എഗെയിൻ അറ്റന്യൂഷന്റെ എക്സ്പ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതാണ്. അറ്റന്യൂഷന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടതാണ്. ആൽഫ ഈക്വൽ ടു 10 log ഔട്ട്പുട്ട് പവർ പി ഔട്ട് ബൈ പി ഇൻ. അത് അറ്റന്യൂഷൻ dB per കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ കിലോമീറ്റർ യൂണിറ്റ് അല്ല. സോ 100 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എൽ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് പവർ ആണ്. സോ അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എൽ ആൽഫ ബൈ 10, റൈറ്റ്. എൽ ആൽഫ ബൈ 10 ഈക്വൽ ടു ലോഗ് പി ഔട്ട് ബൈ പി ഇൻ. ഇനി ആന്റി ലോഗ് എടുക്കാം. സോ ആന്റി ലോഗ് എടുക്കുമ്പം ഔട്ട്പുട്ട് പവർ പി ഔട്ട് ഈക്വൽ ടു P in into anti-log of L alpha by 10. So ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇൻപുട്ട് പവർ 500 മൈക്രോവാട്ട് ആണ്. 10 power -6 anti-log of L alpha. L equal to 100 kilometer. Alpha equal to -3 dB per kilometer. 3 dB per kilometer. Next input power, next 10
കോൺസ്റ്റന്റ് 10. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 5 into 10⁻⁻34 വാട്ട് ആയിട്ട് വരും. അപ്പൊ നോക്കണം, ഔട്ട്പുട്ട് പവർ ഇത്രയും നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. വെരി ഇൻഎഫിഷ്യന്റ് അല്ലെങ്കിൽ വെരി ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് മാറി. So 11th question, the optical power after propagating through a fiber that is 450 meter long is decreased to 30% of its original value. Find the fiber loss in dB per kilometer. So ഒരു ഫൈബറില് 450 മീറ്റർ ലെന്ത് ഉള്ള ഒരു ഫൈബർ എടുത്തു. ആ ഫൈബറിൽ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തപ്പം അത് 30%, അതായത് 1 യൂണിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 0.3 ആയിട്ട് മാറി. 0.3 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു 1 അപ്ലൈ ചെയ്തപ്പോൾ, 1 യൂണിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ ഫൈബറിന്റെ അറ്റ്യൂനേഷൻ എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അറ്റ്യൂനേഷൻ എത്രയാണെന്നുള്ളത്. സോ അഗെയിൻ ഇതിന്റെ എക്സ്പ്രഷൻ അറ്റ്യൂനേഷൻ ആൽഫ ഈക്വൽ ടു 10 log ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അത് ഡി ബി പെർ കിലോമീറ്റർ. ആ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡി ബി പെർ കിലോമീറ്റർ. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 10 log ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു 0.3 ഇൻപുട്ട് പവർ 1 ഡി ബി പെർ കിലോമീറ്റർ ആണ്. ഇതിപ്പോ 1 കിലോമീറ്ററിനാണെങ്കിൽ ഇത്രയും ലോസ് വരും, 1 കിലോമീറ്ററിനാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഇത്രയും ലോസ് വരും. ഇവിടെ 450 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഈ 450 മീറ്റർ പോയപ്പോൾ തന്നെ ഇത്രയും വന്നു. അപ്പൊ 1000 മീറ്റർ ആകുമ്പോൾ, അതായത് 1 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിരുന്ന 1000 by 450 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.22 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്ന റീസൺ തന്നെ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാണ്. ഇത്രയും, അതായത് 450 മീറ്ററിൽ ഇത്രയും അറ്റ്യൂനേഷൻ ഉണ്ടായി. അപ്പൊ അത് ഇൻറ്റു 2.22 ചെയ്യുമ്പോൾ മാത്രമേ 450 into 2.22 ആണ് 1000 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ 2.22 യൂസ് ചെയ്യേണ്ടി വന്നു. 2.22 യൂസ് ചെയ്ത വേറെ ഒന്നുമല്ല, 1000 by 450 ചെയ്തിട്ടാണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഈ ഒരു ഫാക്ടർ 10 log 0.3/1 എന്ന് പറയുന്നത് -5.228. അത് മൈനസ് വന്നത് അറ്റ്യൂനേഷൻ ആയതുകൊണ്ട് ഓർക്കണം, ഇൻറ്റു 2.22. So that turns out to be -11.62 dB per kilometer. 450 മീറ്റർ പോയപ്പം -5.22 ആയിട്ട് അറ്റ്യൂനേഷൻ വന്നു. അത് കൂടിക്കൊണ്ടിരിക്കും ദൂരം കൂടുന്തോറും. അത് 1 കിലോമീറ്റർ ആയപ്പോൾ -11.62 ആയിട്ട് മാറി. സോ 12th ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 125 micrometer step index fiber has numerical aperture equal to 0.28, refractive index of core equal to 1.5. Find first one RMS intermodal pulse broadening for 5 kilometer fiber and second one bandwidth of the fiber. So ഒരു 125 മൈക്രോമീറ്റർ ഉള്ള ഫൈബറിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ 0.28 ആയിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ RMS ഇന്റർ മോഡൽ പൾസ് ബ്രോഡനിങ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് ഡിസ്പേർഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിലുള്ള പ്രോബ്ലംസ് ആണ്. RMS ഇന്റർ മോഡൽ പൾസ് ബ്രോഡനിങ് റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ഈ ഫോമിലാണ് വരുന്ന. ടോ RMS ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4√3 N1 into C. Right? So ഈ എക്സ്പ്രഷൻ ബൈ ഹെഡ് ചെയ്യേണ്ട ഒരു എക്സ്പ്രഷൻ ആണ്. ഇന്റർമോഡൽ പൾസ് ബ്രോഡനിങ്ങിനെ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ്. സോ ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4√3 N1 into C. ന്യൂമറിക്കൽ അപ്പർച്ചർ തന്നിട്ടുണ്ട് 0.28, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. 0.28 സ്ക്വയർ 4√3, N1 is given as 1.5, C is 3 into 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് കിലോമീറ്ററിലാണെങ്കിൽ 10⁵5 കിലോമീറ്റർ പെർ സെക്കൻഡ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 25.14 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ. ഈ ഫൈബറിന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ യൂഷ്വലി യൂണിറ്റ്സ് കിലോമീറ്ററിലാണ് എടുക്കുന്നത്. ഇത് മീറ്ററിലല്ല, കിലോമീറ്ററിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് 10⁵ യൂസ് ചെയ്ത് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫൈബർ ആണ്. അപ്പൊ അതിനുവേണ്ടി ബാൻഡ് വിഡ്ത്ത് ലെന്ത് പ്രോഡക്റ്റ് ഉണ്ട്. അതൊരു കോമൺ എക്സ്പ്രഷൻ ആണ്. ബാൻഡ് വിഡ്ത്ത് ലെന്ത് പ്രോഡക്റ്റ് അതും ബൈ ഹെഡ് എക്സ്പ്രഷൻ ആണ്. അത്
വരുന്നത് ഇത് കണക്കാണ്. ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈക്വൽ ടു 0.32 ഡിവൈഡഡ് ബൈ ഇന്റർമോഡൽ പൾസ് ബ്രോഡനിങ്. അത് ആദ്യത്തതിൽ 0.32 ഡിവൈഡഡ് ബൈ 2R, റൈറ്റ്, ഈക്വൽ ടു 0.187 to RMS. So first one intermodal pulse broadening ആണ് ഡിനോമിനേറ്റർ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ RMS വാല്യൂലാണെങ്കിൽ നമ്മുടെ റിലേറ്റ് ചെയ്ത് പോകുന്നത് 0.187 ഡിവൈഡഡ് ബൈ 2 RMS ആയിട്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ ഇതായിട്ട് വരും. സോ ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈക്വൽ ടു 0.187 ബൈ 2 RMS നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 0.187 ഡിവൈഡഡ് ബൈ 2 RMS നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത 25.14 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ. ഇത് പെർ കിലോമീറ്ററിനാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫൈബറിന്റെ ലെന്ത് 5 കിലോമീറ്റർ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റു 5. സോ ആൻസർ ടേൺസ് ഔട്ട് ടു ബി 1.487 മെഗാഹെർട്സ് ആയിട്ട് വരും. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫൈബർ നമുക്ക് 1.487 മെഗാഹെർട്സ് ആയിട്ട് വരും. So next question like this question a graded index fiber has core diameter equal to 50 micrometer, bandwidth length product equal to 500 megahertz kilometer, length of fiber equal to 5 kilometer, and uses an LED with 820 nanometer wavelength. Half power spectral width of LED is given as 40 nanometer. The material dispersion of fiber as 85 picoseconds per nanometer kilometer. Find A pulse broadening due to model, next chromatic, and third one combined pulse broadening. Second part total bandwidth length product. So ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ പാർട്ടിൽ പൾസ് ബ്രോഡനിങ് ഡ്യൂ ടു മോഡൽ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്രഷൻ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത രീതിയിലാണ് വരുന്നത്. സോ ഇത് RMS അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ജനറൽ ആയിട്ടുള്ള പൾസ് ബ്രോഡനിങ് ആണ്. സോ 2R model equal to 0.32 by bandwidth length product ആണ്. കഴിഞ്ഞ തവണ RMS ആയിരുന്നു ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഇവാലുവേറ്റ്. അത് 0.187 ഡിവൈഡഡ് ബൈ 2 RMS ആയിരുന്നു ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ്. ഇവിടെ ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈക്വൽ ടു 0.32 ബൈ 2R ആണ്. സോ അതിൽ നിന്ന് 2R ഈക്വൽ ടു, അതായത് മോഡൽ ബ്രോഡനിങ് അല്ലെങ്കിൽ പൾസ് ബ്രോഡനിങ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡ്യൂ ടു മോഡൽ ഈക്വൽ ടു 0.32 ബൈ ബാൻഡ്വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ്. ബാൻഡ്വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈ ക്വസ്റ്റ്യന് തരുന്നുണ്ട് 500 മെഗാഹെർട്സ് കിലോമീറ്റർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 500 മെഗാഹെർട്സ് കിലോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ 0.64 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആയിട്ട് പോകും. ഈ പൾസ് ബ്രോഡനിങ് ഡ്യൂ ടു മോഡലിന്റെ പാർട്ട്. ഇനി സെക്കൻഡ് ഹാഫിൽ ക്രോമാറ്റിക് ബ്രോഡനിങ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ക്രോമാറ്റിക് ബ്രോഡനിങ് തന്നെയാണ് മെറ്റീരിയൽ ഡിസ്പേർഷൻ കാരണം ഉണ്ടാവുന്ന ബ്രോഡനിങ്ങും. സോ അവിടെ മെറ്റീരിയൽ ഡിസ്പേർഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഡിസ്പേർഷൻ ഇൻറ്റു ഹാഫ് പവർ സ്പെക്ട്രൽ വിഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമാറ്റിക് ബ്രോഡനിങ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇവിടെ ഇതിന് മെറ്റീരിയൽ ഡിസ്പേർഷൻ ഈക്വൽ ടു 85 പിക്കോസെക്കൻഡ്സ് പെർ നാനോമീറ്റർ കിലോമീറ്റർ. സോ ഈ മെറ്റീരിയൽ ഡിസ്പേർഷൻ ഇൻറ്റു ഹാഫ് പവർ സ്പെക്ട്രൽ വിഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമാറ്റിക് ബ്രോഡനിങ്, ക്രോമാറ്റിക് പൾസ് ബ്രോഡനിങ് കിട്ടും, അല്ലെങ്കിൽ മെറ്റീരിയൽ ബേസ്ഡ് പൾസ് ബ്രോഡനിങ് നമുക്ക് കിട്ടും. സോ 85 പിക്കോസെക്കൻഡ്സ് പെർ നാനോമീറ്റർ കിലോമീറ്റർ ഇൻറ്റു 40 നാനോമീറ്റർ. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 3.4 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആയിട്ട് പോകും. ഇനി നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കമ്പൈൻഡ് പൾസ് ബ്രോഡനിങ് ആണ്. കമ്പൈൻഡ് പൾസ് ബ്രോഡനിങ് വേറെ ഒന്നുമല്ല, ഈ ടേമിന്റെയും കൂടെ RMS വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കമ്പൈൻഡ് പൾസ് ബ്രോഡനിങ് ടോ സി ആയിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാണ്. ടോ സി ഈക്വൽ ടു ടോ ആർ സ്ക്വയർ പ്ലസ് ടോ സി എച്ച് ആർ. അതായത് ക്രോമാറ്റിക് പൾസ് ബ്രോഡനിങ്ങിന്റെയും മോഡൽ പൾസ് ബ്രോഡനിങ്ങിന്റെയും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. that is 0.64 square plus 3.4 square. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 3.46 നാനോ സെക്കൻഡ്സ് പെർ കിലോമീറ്റർ ആയിട്ട് വന്നു. സോ നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈ എക്സ്പ്രഷന് കാണുന്ന കണക്ക് തന്നെയാണ്. ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് ഈക്വൽ ടു 0.32 ബൈ ടോ
സി. ഇപ്പൊ ഇവാലുവേറ്റ് ടോട്ടൽ ആയതുകൊണ്ട് ഇത് രണ്ടിന്റെയും കൂടെ സമ്മപ്പാണ്. സോ 0.32 ഡിവൈഡഡ് ബൈ 3.46 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ. സോ അത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 92.5 മെഗാ ഹെർട്സ് കിലോമീറ്റർ എന്ന് പറഞ്ഞു. 92.5 മെഗാ ഹെർട്സ് കിലോമീറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഇന്റർമോഡൽ ഡിസ്പെർഷൻ പെർ കിലോമീറ്റർ for a fiber with delta equal to 2% and n1 equal to 1.5. So, intermodal dispersion per kilometer in the expression n1 delta by c എന്നാണ്. n1 delta by c എന്നാണ്. n1 ഉം തന്നിട്ടുണ്ട്, ഡെൽറ്റയും ഉണ്ട്, c എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റന്റും ആണ്. സോ n1 equal to 1.5, delta equal to 0.02 divided by c is 3 into 10 raised to 8 meter per second. സോ അത് നമ്മൾ ചെയ്യുമ്പം ഒപ്റ്റെയിൻ ചെയ്യുന്നത് 100 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ. അത് വേണമെങ്കിൽ 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് 3 into 10 raised to 5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. ബിക്കോസ് എല്ലാം ഇതിൽ വരുന്നത് കിലോമീറ്ററിലാണ് യൂണിറ്റ് വരുന്നത്. സോ അതുകൊണ്ട് 100 നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആയിട്ട് ആൻസർ ഓക്കെ. സോ നെക്സ്റ്റ് 15th ക്വസ്റ്റ്യനിലേക്ക് പോകാം. Material dispersion of a fiber is 2.80 nanosecond. Wavelength dispersion of the fiber is 0.50 nanosecond. And the width of the transmitted pulse is 0.60 nanosecond. And the fiber is a single mode one and is operating at 1300 nanometer. Find first one, total dispersion. Second one, the pulse width of the received signal. And the last one, the maximum bit rate. So, മെറ്റീരിയൽ ഡിസ്പേർഷൻ, വേവ് ലെങ്ത് ഡിസ്പേർഷൻ തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഡിസ്പേർഷൻ വേറൊന്നുമല്ല, നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് അതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക. സോ തന്നിരിക്കുന്ന ഡിസ്പേർഷൻസിന്റെ എല്ലാം ഏത് പ്രോബ്ലത്തിലാണെങ്കിലും ടോട്ടൽ ഡിസ്പേർഷൻ വേറൊന്നുമല്ല, ഈ തന്നിരിക്കുന്നതിന്റെ എല്ലാം RMS ആയിട്ട് വരും, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി മെറ്റീരിയൽ ഡിസ്പേർഷൻ, റൈറ്റ്, അത് ആദ്യം മെറ്റീരിയൽ ഡിസ്പേർഷന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വൺ വേവ് ലെങ്ത് ഡിസ്പേർഷന്റെ സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2.80 സ്ക്വയർ പ്ലസ് 0.50 സ്ക്വയർ. സോ അത് റഫ്ലി ഈക്വൽ ടു 2.84 നാനോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നോക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. മെറ്റീരിയൽ ഡിസ്പേർഷൻ ആണ് ഈ പറയുന്ന സിംഗിൾ മോഡ് ഫൈബറിനെ ഏറ്റവും അധികം അഫക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ തിയറിയിലും മെൻഷൻ ചെയ്തതാണ്. ഇതിന്റെ തിയറിറ്റിക്കൽ പാർട്സ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. വേവ് ഡിസ്പേർഷൻ ഇതിൽ ഒരു വലിയൊരു ഫാക്ടറായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം. സോ നെക്സ്റ്റ് വൺ, ദ പൾസ് വിഡ്ത്ത് ഓഫ് ദ റിസീവ്ഡ് സിഗ്നൽ ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ ആ ഫൈബർ ഒന്ന് മാർക്ക് ചെയ്യാണ്. ആ ഫൈബറിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിരിക്കുന്ന പൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.60 നാനോ സെക്കൻഡ് ആണ്. ഇനി ഈ ഫൈബറിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്പേർഷൻസ് കാരണം ഇത് കറസ്പോണ്ടിംഗ്ലി ഒരു ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിലേ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തതാണ് ഈ ടോട്ടൽ ഡിസ്പേർഷൻ ആയിട്ടുള്ള 2.84. അപ്പം ഈ പറയുന്ന സിഗ്നല് ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം നമുക്ക് 2.84 നാനോ സെക്കൻഡ് ഡിലേയും കൂടെ വരുന്നുണ്ട്. സോ ടോട്ടലി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്, അതായത് പൾസ് വിഡ്ത്ത് ഓഫ് ദ റിസീവ്ഡ് സിഗ്നൽ എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന്റെ കൂടെ ഈ പറയുന്ന ഡിസ്പേർഷൻ കാരണമുള്ള എലമെന്റും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 0.60 പ്ലസ് 2.84. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 3.44 നാനോ സെക്കൻഡ്സ് ആയിട്ട് വരും. 3.44 നാനോ സെക്കൻഡ്സ്. സോ നെക്സ്റ്റ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് മാക്സിമം ബിറ്റ് റേറ്റ് ആണ്. അപ്പോൾ പൾസ് വിഡ്ത്തും ബിറ്റ് റേറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ഇൻവേഴ്സ്ലി ആണ്. അതായത് ബിറ്റ് റേറ്റ് ഈക്വൽ ടു നമുക്ക് 1 by പൾസ് വിഡ്ത്ത് ആയിട്ട് ഡിനോട്ട്. ഇവിടെ പൾസ് വിഡ്ത്ത് ഈക്വൽ ടു 3.44 നാനോ സെക്കൻഡ്സ് ആണ്. ഇനി ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് മാക്സിമം ബിറ്റ് റേറ്റ് ആണ്. മാക്സിമം ബിറ്റ് റേറ്റിന് ഞാനൊരു സേഫ്റ്റി ഫാക്ടറും കൂടെ നമ്മൾ യൂസ് ചെയ്യണം. ഒരു സേഫ്റ്റി ഫാക്ടർ, കാരണം ഈ ഡിസ്പേർഷൻ കഴിഞ്ഞ് ഇനിയും നമുക്ക് ഡിലേ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സേഫ്റ്റി ഫാക്ടറും കൂടെ നമ്മൾ യൂസ് ചെയ്യണം. സോ ആ ഒരു സേഫ്റ്റി ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ 5 സേഫ്റ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്തു. സോ 5 into 3.44 നാനോ സെക്കൻഡ്സ്. അപ്പൊ അത് മെൻഷൻ ചെയ്യണം. 5 എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
എനിവേ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത് 58.14 മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിട്ടുള്ളൂ. പ്രൊവൈഡഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സേഫ്റ്റി ഫാക്ടർ 5 ആണ്. അത് 5 ആവണമെന്നൊന്നും ഇല്ല, 4 ആകാം, 3 ആകാം, ബട്ട് മോസ്റ്റ് പ്രോബബിലി 5 കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി ഫാക്ടർ ഈക്വൽ ടു 5. അപ്പോൾ 5 സേഫ്റ്റി ഫാക്ടർ കൊടുത്തതുകൊണ്ട് നമുക്ക് 58.14 മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിട്ട് ആൻസർ ഒപ്റ്റൈൻ ചെയ്യും. സോ ഓക്കെ, താങ്ക് യു.